ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു 𝘚𝘔 എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഫ്രീസ് ഫ്രെയിം ചെയ്യുന്നത്. അതായത് ഒരു വീഡിയോയുടെ ഒരു ഫ്രെയിം കുറച്ച് നേരത്തേക്ക് ഫ്രീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെയിം സെറ്റിംഗ്സ്, അതായത് ഫ്രീസ് ഫ്രെയിം എന്ന സെറ്റിംഗ്സ് ഫിലിമോറ എന്ന സോഫ്റ്റ്വെയറിൽ, ഫിലിമോറ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്. ഞാനിതൊന്ന് പ്ലേ ചെയ്യിക്കാം. ഒരു 8 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി ഞാൻ ഫിലിമോറ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. അതിലേക്ക് ഈ വീഡിയോ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ആ വീഡിയോ ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. അതിനുശേഷം ആ വീഡിയോ നമ്മുടെ എഡിറ്റിംഗ് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഫ്രീസ് ചെയ്യേണ്ടത് അവിടെ കറക്റ്റായിട്ട് കർസർ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഇവിടെ വന്ന് റൈറ്റ് ബട്ടൺ അടിക്കുക. റൈറ്റ് ബട്ടൺ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആഡ് ഫ്രീസ് ഫ്രെയിം എന്നത്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് ഭാഗം ഫ്രീസ് ഫ്രെയിം ആയിട്ട് വന്നത് കാണാൻ പറ്റും. അവിടെ ടെക്സ്റ്റ് കൂടെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രീസ് ഫ്രെയിം എന്ന ടെക്സ്റ്റ് തന്നെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇപ്പോൾ ആ ഫ്രെയിം ഫ്രീസ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ഫ്രീസ് ഫ്രെയിമിൻ്റെ ഡ്യൂറേഷൻ മാറ്റണമെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ 5 ആണുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് കാണാൻ പറ്റും. അതിന് താഴെ ഡിലീറ്റ്, ഈ ഡിലീറ്റ് അടിച്ചാൽ ഇത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ഡ്യൂറേഷൻ അടിക്കുന്നു. ഇപ്പോൾ അത് 5 ആണുള്ളത്. ഞാനത് 2 ആക്കി കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അത് ചെറുതായി. ഇനി ഒന്ന് പ്ലേ ചെയ്യിച്ച് നോക്കാം. ഇനി അത് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡ്യൂറേഷൻ അടിക്കുക. ഞാൻ ഇവിടെ 10 ആക്കി കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫ്രീസ് ഫ്രെയിമിൻ്റെ ലെങ്ത് വലുതായി. ഇനി നിങ്ങൾക്ക് ഫ്രീസ് ഫ്രെയിം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അടിച്ചാൽ അത് ഡിലീറ്റും ആവുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഫിലിമോറ എന്ന സോഫ്റ്റ്വെയറിൽ ഫ്രീസ് ഫ്രെയിം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.